ആഗ്രഹിച്ച് ചെയ്ത ഒരു വർക്കായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു പൗഡർ കാരണം അത് നശിച്ചു പോയി. അമ്മ വേറെ ഒന്നുമില്ല, ഞാൻ ചെയ്ത വർക്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണു. പിന്നെ എനിക്കത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മ മറിഞ്ഞു വീഴുന്ന ക്ലിപ്പ് എന്റെ കയ്യിലില്ലെങ്കിലും എന്റെ വർക്കിൽ നല്ലപോലെ അത് പറ്റി കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ടെൻഷൻ അടിച്ച് ചെയ്ത പരിപാടി ഉണ്ടോ, കാരണം വേറെ ഒന്നുമല്ല. ഈ ഒരു വർക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ ഒരു ടെക്സ്ചർ ആണ്. ഈ ടെക്സ്ചർ പറഞ്ഞെങ്കിൽ വോൾപുട്ടി ആയിരിക്കും ബെറ്റർ. ചോക്ക് പൗഡർ പറ്റത്തില്ല, ചോക്ക് പൗഡറിനും പറ്റും, പക്ഷെ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ നിലനിൽക്കാൻ തന്നെ ഒരു പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാൾപുട്ടിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫ്ലോപ്പ് ആയാലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയണമല്ലോ. ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഇതെടുത്ത് ഡ്രോയിങ് ഒക്കെ ചെയ്തത്. ഡ്രോയിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ, ഭയങ്കര സ്മൂത്ത് ആണ്. ഞാൻ ആ ഫ്ലവർ വെറുതെ അങ്ങ് പെയിന്റ് അടിച്ചെടുത്തതല്ല, ആവശ്യത്തിനുള്ള ചോക്ക് പൗഡറും പ്ലസ് പെയിന്റ് ചെയ്താണ് നമ്മൾ ഇതെടുത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ടെക്സ്ചർ ഉണ്ടാക്കിയാണ് ലാസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് പൗഡർ ഇതിലോട്ട് തട്ടി വീണത്. ഈ നെക്സ്റ്റ് ഫ്ലവറിനെ ഞാൻ കളർ അടിക്കാൻ പോയപ്പോഴത്തേക്കാണ് ചോക്ക് പൗഡർ എടുത്ത വഴിക്ക് ഇതിൽ മേലിലെല്ലാം വീണത്. പിന്നെ ഈ മേലിൽ വീണതെല്ലാം തുടച്ചു കളയാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. വളരെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ പണ്ട് എനിക്ക് എന്തോ ഒരു ഫിനിഷിങ് തോന്നുന്നില്ല, എനിക്കെല്ലാം കുളമായെന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാനിത് നിർത്തിയിട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷം എനിക്ക് എന്തോ ഒരു മടി പോലെ ആയിരുന്നു ഇത്. എനിക്ക് അങ്ങ് വിഷമമായതിനു ശേഷം ഞാനിത് നിർത്തി. ബൈ.